നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞ ക്ലാസ്സും കൊണ്ട് തീർന്നായിരുന്നു. അപ്പം ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷന് പേജ് നമ്പർ 31 കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി അങ്ങനെ. അപ്പം നിങ്ങൾ നേരത്തെ എക്സാം എഴുതിയിട്ടുള്ളവരാണ്. അപ്പോൾ സെക്ഷൻ എക്ക് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നും സെക്ഷൻ ബിക്ക് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നും സെക്ഷൻ സിക്ക് എങ്ങനെ ആൻസർ ചെയ്യേണ്ടതെന്നും അറിയാമായിരിക്കും. ഇപ്പോൾ സെക്ഷൻ എ എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് ഫോമാണ്. ഷോർട്ടായിരിക്കണം, പക്ഷേ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിരിക്കണം. പക്ഷേ സെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് പറയുന്ന സെക്ഷനാണ്. സെക്ഷൻ സി എന്ന് പറയുമ്പോൾ എസ് എ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സാമ്പിൾ സഹിതം എഴുതിയാലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുക. ഇനി നെക്സ്റ്റ് മൊഡ്യൂളിലേക്ക് നമ്മൾ കടക്കുവാണ്. മൊഡ്യൂൾ 2 സോഷ്യൽ ഇൻഫോർമാറ്റിക്സ്. അപ്പം ഈ മൊഡ്യൂൾ 2വിനകത്ത് പറഞ്ഞേക്കുന്നത് ഒരു സോഷ്യൽ ഇൻഫോർമാറ്റിക്സിനെ കുറിച്ചാണ് മൊഡ്യൂൾ 2വിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സോഷ്യൽ ഇൻഫോർമാറ്റിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ സോഷ്യൽ ഇൻഫോർമാറ്റിക്സ് എന്താണെന്ന് തന്നിട്ടുണ്ട്. പേജ് നമ്പർ 32. സോഷ്യൽ ഇൻഫോർമാറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് സോഷ്യൽ ഇമ്പാക്റ്റ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു സോഷ്യൽ ഇമ്പാക്റ്റിനെയാണ് നമ്മൾ സോഷ്യൽ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട് സോഷ്യൽ ഇൻഫോർമാറ്റിക്സിന്. സോഷ്യൽ ഇൻഫോർമാറ്റിക്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഇൻ്റർഡിസിപ്ലിനറി സ്റ്റഡി ഓഫ് ഡിസൈൻ, യൂസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ദാറ്റ് ടേക്സ് ഇൻടു അക്കൗണ്ട് ദെയർ ഇൻ്ററാക്ഷൻ വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഇൻക്ലൂഡിങ് ഓർഗനൈസേഷൻ ആൻഡ് സൊസൈറ്റി. അപ്പം കൂടുതലായിട്ടൊന്നും ആലോചിക്കേണ്ട. സോഷ്യൽ ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ നമ്മുടെ ഇൻഫർമേഷൻസ് ടെക്നോളജിയുടെ ഡിസൈന്, യൂസ്, കോൺസിക്വൻസിനെയാണ് നമ്മൾ സോഷ്യൽ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ഇറ്റ് ഓൾസോ സ്റ്റഡീസ് ദ റോൾ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ സോഷ്യൽ ആൻഡ് ഓർഗനൈസേഷണൽ ചേഞ്ച്. ഇപ്പം നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജിക്ക് സോഷ്യൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ചേഞ്ചിൽ എങ്ങനെയാണ് റോളുള്ളത് അല്ലെങ്കിൽ ആൻഡ് ഹൗ ഇൻഫർമേഷൻ ടെക്നോളജീസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ ഫോഴ്സസ് ആൻഡ് സോഷ്യൽ പ്രാക്ടീസസ്. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി സോഷ്യൽ ഫോഴ്സസ് അല്ലെങ്കിൽ സോഷ്യൽ പ്രാക്ടീസസിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് വരുത്തുന്നത് എന്നൊക്കെയാണ് സോഷ്യൽ ഇൻഫോർമാറ്റിക് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. IT ആൻഡ് സൊസൈറ്റി. ടെക്നോളജി ഹാസ് ബിക്കം എ ഹ്യൂജ് പാർട്ട് ഇൻ സൊസൈറ്റി ആൻഡ് ഡേ ടു ഡേ ലൈഫ്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ ടെക്നോളജി എന്ന് പറയുന്നത് വലിയൊരു ഭാഗമായി തന്നെ മാറിക്കഴിഞ്ഞു. ഇത് ഇൻട്രൊഡക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ചേഞ്ച്ഡ് ദ വേ ഹ്യൂമൻസ് കമ്മ്യൂണിക്കേറ്റ്, ഇൻട്രാക്ട്സ്, ഡു ബിസിനസ്, ലേണിങ്സ് എക്സെട്ര. അപ്പം നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി ഹ്യൂമൻസ് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ഇൻട്രാക്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് തിങ്സ് ലേൺ ചെയ്യേണ്ടത് എന്ന് പോലും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിസ് റെവല്യൂഷൻ ലെഡ് way to the information age in society and knowledge economy. IT has impacted every aspect of society and social life in human beings. അപ്പം നമ്മുടെ ITക്ക് സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ലൈഫിൽ ഒരു വലിയൊരു ഇമ്പാക്റ്റ് തന്നെ ആയി വന്നിട്ടുണ്ട്. ഗവേൺസ് എഡ്യൂക്കേഷൻ, ഇൻഡസ്ട്രി, ബിസിനസ്, അഗ്രികൾച്ചർ, എൻ്റർടൈൻമെൻറ്റ്, ബാങ്കിങ്, മിലിറ്ററി എക്സെട്ര വിറ്റ്നസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. അപ്പം ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സ്വാധീനത്തിനെയാണ് നമ്മൾ ഗവേൺസ്, എഡ്യൂക്കേഷൻ, ഇൻഡസ്ട്രി, ബിസിനസ്, അഗ്രികൾച്ചർ, എൻ്റർടൈൻമെൻറ്റ്, ബാങ്കിങ്ങിലൊക്കെ ഇപ്പം കാണാൻ നമുക്ക് സാധിക്കുന്നത് അല്ലേ. ഓരോ ദിവസം ചെല്ലുന്തോറും ടെക്നോളജി ഓരോ ദിവസം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലൈഫിനെ തന്നെ അത് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 വർഷം മുമ്പിൽ ഉള്ള ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു വളർച്ചയല്ല ഇപ്പം നമ്മൾ കാണുന്നത് അല്ലേ. എല്ലാം ചെയ്യാനും ഇൻഫർമേഷൻ ടെക്നോളജിക്ക് ഇപ്പം ആകുമെന്ന സ്ഥിതിയിലായി. ഇൻഫർമേഷൻ ടെക്നോളജി ഹാസ് എൻറ്റേർഡ് ഈച്ച് പ്രോസസ് ആൻഡ് ആക്ടിവിറ്റി മെയ്ഡ് ബൈ സോഷ്യൽ സിസ്റ്റം. അപ്പോൾ സോഷ്യൽ സിസ്റ്റത്തിലുള്ള ഏത് പ്രോസസ്സിലും ആക്ടിവിറ്റിയിലും ഇൻഫർമേഷൻ ടെക്നോളജി
കടന്നു കയറിയേക്കുവാണ്. ടെക്നോളജി ഇൻഫ്ലുവൻസസ് ദ വാല്യൂസ് ഓഫ് എ സൊസൈറ്റി ബൈ ചേഞ്ചിങ് എക്സ്പെക്റ്റേഷൻസ് ആൻഡ് റിയാലിറ്റീസ്. അപ്പം നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് അല്ലെങ്കിൽ റിയാലിറ്റി, സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻസ് അല്ലെങ്കിൽ റിയാലിറ്റിയെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കുവാണ് ടെക്നോളജി. IT plays a significant role in process of economic development also by providing most efficient and economical ways of transacting business for individual organizations and society. ഇപ്പം IT എന്ന് പറയുന്നത് എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റിന് തന്നെ ഒരു സിഗ്നിഫിക്കൻറ്റ് റോള് അലങ്കരിക്കുന്നുണ്ട്. ഇപ്പം മോസ്റ്റ് എഫക്റ്റീവ് വേസ് ആയിട്ടുള്ള ബിസിനസ് ഇൻഡിവിജ്വൽസിന് എങ്ങനെ ചെയ്യാം, ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് എങ്ങനെ ചെയ്യാം എന്നതിനൊക്കെ IT ഒരു പ്രധാന പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. ഇനി ഡിജിറ്റൽ റെവല്യൂഷൻ ലീഡ്സ് ടു ഗ്ലോബൽ വില്ലേജ്. ഇപ്പോൾ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുമ്പം വെയർ പീപ്പിൾ എവരിവെയർ വുഡ് ബി ഏബിൾ ടു ഫൈൻഡ്, കണക്ട് ആൻഡ് എക്സ്പീരിയൻസ് ഇൻഫർമേഷൻ ത്രൂ ടെക്നിക്കൽ ടൂൾസ്. അപ്പം ടെക്നിക്കൽ ടൂൾസ് യൂസ് ചെയ്ത് എവിടെയുള്ള മനുഷ്യർക്കും കണക്ട് ചെയ്യാനും ഫൈൻഡ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അല്ലേ, ഇപ്പം നമ്മൾ എവിടെ നിന്നാണെങ്കിലും നമുക്ക് ബിസിനസ് ചെയ്യുന്നതിനൊന്നും യാതൊരു പ്രശ്നവും പറ്റുന്നില്ല അല്ലേ. എവിടെ നിന്നാണെങ്കിലും നമ്മൾ ഏത് സാഹചര്യത്തിൽ നിന്നാണെങ്കിലും ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു ഇൻഫ്ലുവൻസ് മൂലം നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. The global village is a metaphoric shrinking of world into a village through use of information technology tools, ഇലക്ട്രോണിക് മീഡിയ ആൻഡ് ഇൻ്റർനെറ്റ്. അപ്പം ഇലക്ട്രോണിക് മീഡിയ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ യൂസസ് ഗ്ലോബൽ വില്ലേജ് ആക്കി വില്ലേജ് തുടങ്ങി വേൾഡിൽ ആക്കി മാറ്റുകയാണ് ഇൻഫർമേഷൻ ടെക്നോളജി ഇപ്പോൾ ചെയ്യുന്നത്. വാട്ട് ഈസ് ഡിജിറ്റൽ ഡിവൈഡ്? ഇപ്പം പേജ് നമ്പർ 33 വാട്ട് ഈസ് ഡിജിറ്റൽ ഡിവൈഡ്? ഡിജിറ്റൽ ഡിവൈഡ് റെഫേഴ്സ് ടു എ ഗ്യാപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്, ഹൗസ് ഹോൾഡ്സ്, ബിസിനസ് ആൻഡ് ജിയോഗ്രഫിക് ഏരിയാസ് അറ്റ് ഡിഫറെൻറ്റ് സോഷ്യോ എക്കണോമിക്കൽ ലെവൽസ് വിത്ത് റിഗാർഡ് ദെയർ ഓപ്പർച്യൂണിറ്റി ടു ആക്സസ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ആൻഡ് ടു ദെയർ യൂസ് ഓഫ് ഇൻ്റർനെറ്റ് ഫോർ വൈഡ് വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ്. അപ്പം ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് സോഷ്യോ എക്കണോമിക്കൽ ലെവൽസ് വെച്ചിട്ട് ബിസിനസ് ആൻഡ് ജിയോഗ്രഫിക്കൽ ഏരിയാസ് ഒക്കെ വെച്ചിട്ട് ഇൻഫർമേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എങ്ങനെ ആക്സസ് ചെയ്യുന്നു എന്നതാണ് ഡിജിറ്റൽ ഡിവൈഡ്. അപ്പം ഇതിനകത്ത് ഒരു ഡിഫിനിഷൻ തന്നിട്ടുണ്ട്. ഡിജിറ്റൽ ഡിവൈഡ് മേ ബി ഡിഫൈൻഡ് ആസ് ഗ്യാപ്പ് ബിറ്റ്വീൻ ദോസ് ഹു ഹാവ് ആക്സസ് ടു ഡിജിറ്റൽ ടെക്നോളജീസ് ആൻഡ് ദോസ് ഹു ഡു നോട്ട് ഹാവ്. അപ്പം ആർക്കൊക്കെ ആക്സസ് ചെയ്യാൻ ഡിജിറ്റൽ ടെക്നോളജീസ് ആക്സസ് ചെയ്യാൻ പറ്റും എന്നതാണ് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ആർക്കൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും, ആർക്കൊക്കെ ആക്സസ് ചെയ്യാതിരിക്കാൻ പറ്റും. അപ്പം നമുക്കറിയാം ഇപ്പം ഓരോ ജോഗ്രഫിക്കൽ ഏരിയാസിലും ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ലെവൽ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു റൂറൽ ഏരിയാസ് ആണെങ്കിൽ അവർക്ക് ടെക്നോളജിയെക്കുറിച്ച് വലിയ അറിവൊന്നും കാണത്തില്ല. അതുപോലെ പക്ഷേ ഒരു സിറ്റിയിലുള്ള ആൾക്കാണെങ്കിൽ എന്താണ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് മതിയായ നോളജ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ നെറ്റ്വർക്കിൻ്റെ ആക്സസ് എന്ന് പറയുന്നത് റൂറൽ ഏരിയാസിലും സിറ്റീസിലൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആർക്കൊക്കെ ഡിജിറ്റൽ ടെക്നോളജീസ് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആർക്കൊക്കെ പറ്റുന്നില്ല എന്നതാണ് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. The basic requirement for reducing digital divide for countries is to give priority to the development of their telecommunication and IT infrastructure in order to provide universal and affordable access to information to people in all geographical areas of the country. അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ ഡിവൈഡ് കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ IT ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക, എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാക്കുക എന്നതാണ് ബേസിക് റിക്വയർമെൻറ്റ്. എങ്ങനെയാണ് ഡിജിറ്റൽ ഡിവൈഡിങ് കുറയ്ക്കുക എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൺട്രിയിലുള്ള എല്ലാ ജോഗ്രഫിക്കൽ ഏരിയാസിലുള്ള ആൾക്കാർക്കും ഒരുപോലെ ഈ ഇൻഫർമേഷൻ ടെക്നോളജി ആക്സസ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്ന സംഭവം കുറയ്ക്കണം. അതാണ് മെയിനായിട്ടും
ബേസിക് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ ഡിവൈഡ് എങ്ങനെ കുറയ്ക്കാമെന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. ഇൻഫർമേഷൻ ടെക്നോളജി ഈസ് എ ബ്രോഡ് ടേം വിച്ച് കവേഴ്സ് ഓൾ ദ ആസ്പെക്ട് ഓഫ് ദ യൂസ് ഓഫ് കമ്പ്യൂട്ടർ ടെക്നോളജി. ഇപ്പം കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ യൂസിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി റെഫേഴ്സ് ടു കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ടു കൺവേർട്ട്, സ്റ്റോർ, പ്രൊട്ടക്ട്, പ്രോസസ്, ട്രാൻസ്മിറ്റ് ആൻഡ് സെക്യൂർലി റിട്രീവ് ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുമ്പം കമ്പ്യൂട്ടർ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉപയോഗിച്ച് ഒരു ഡേറ്റാസിനെ കൺവേർട്ട് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും സെക്യൂർ ചെയ്യാനും പറ്റുന്ന ഇൻഫർമേഷനെ ഒക്കെ സെക്യൂറൊക്കെ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. It includes not only hardware and software but also communication technology applied to networking, computer system, databases, software engineering and the administration and use of computer system. ഇപ്പം ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ മാത്രം ഉപയോഗിക്കുക എന്ന് പറയുന്നതല്ല, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയും കൂടെ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഡേറ്റാബേസിൽ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൽ, അഡ്മിനിസ്ട്രേഷനിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ ആക്സസ് ചെയ്യാൻ പറ്റിയിരിക്കണം. ഇൻഫർമേഷൻ ടെക്നോളജി ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ബിസിനസ്, കൊമേഴ്സ് ആൻഡ് അതർ റിലേറ്റഡ് ഏരിയാസ് ടു പ്രൊവൈഡ് ബെറ്റർ സർവീസസ് അറ്റ് റെഡ്യൂസ്ഡ് കോസ്റ്റ്. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ബിസിനസ് അല്ലെങ്കിൽ കൊമേഴ്സ് അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ ബെറ്റർ സർവീസ്, കോസ്റ്റ് കുറച്ച് ബെറ്റർ സർവീസ് പ്രൊവൈഡ് ചെയ്യണം എന്നതാണ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി IT ആപ്ലിക്കേഷൻ ഇൻ കൊമേഴ്സ്, ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. കൊമേഴ്സ്, ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയിൽ ITയുടെ ആപ്ലിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻഫർമേഷൻ ടെക്നോളജി പേജ് നമ്പർ 34. ഇൻഫർമേഷൻ ടെക്നോളജി ഹാസ് ഡ്രമാറ്റിക്കലി ചേഞ്ച്ഡ് ദ ലാൻഡ്സ്കേപ്സ് ഓഫ് ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രീസ് ടുഡേ. അപ്പം നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദ ഇൻഫർമേഷൻ ടെക്നോളജി റെവല്യൂഷൻ ഹാസ് ട്രാൻസ്ഫോംഡ് ദ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, വേ ഓഫ് ഡൂയിങ് ബിസിനസ്, പ്രോഡക്റ്റ് ഓർ സർവീസസ് ഡിസൈൻ, മാനുഫാക്ചറിങ്, ഡെലിവറി, കസ്റ്റമർ മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് സർവീസും ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, മാനുഫാക്ചറിങ് നടത്തുന്നത് എങ്ങനെയാണ്, ഡെലിവറി നടത്തുന്നത് എങ്ങനെയാണ്, കസ്റ്റമർ മാനേജ്മെൻറ്റ് നടത്തുന്നത് എങ്ങനെയാണെന്ന് തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വേരിയസ് ആപ്ലിക്കേഷൻസ് ഓഫ് IT എന്ന് പറയുന്നത് ബിസിനസ്, കൊമേഴ്സ്, ഇലക്ട്രോണിക് റീറ്റെയിലിംഗ്, ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച്, കാർഡ്, മാർക്കറ്റിംഗ്, IT ബേസ്ഡ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ERP, എൻ്റർപ്രൈസ് കൊളാബറേഷൻ സിസ്റ്റം, ബിസിനസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഇലക്ട്രോണിക് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം. ഇതാണ് IT ആപ്ലിക്കേഷൻസ് ഇൻ കൊമേഴ്സ്, ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഫസ്റ്റ് വണ്ണ് ബിസിനസ് എന്താണെന്ന് നോക്കാം. ഇലക്ട്രോണിക് ബിസിനസ് കണ്ടക്ട് ഓൾ പ്രോസസ് ഓൺലൈൻ. അപ്പം എല്ലാ പ്രോസസ്സിങ്ങും ഓൺലൈനിലൂടെ നടത്തുന്നതിനെയാണ് ഇലക്ട്രോണിക് ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക, സപ്ലൈ ചെയ്യുക, സർവീസ്, കസ്റ്റമർ സർവീസ്, പേയ്മെൻറ്റ്സ് ഒക്കെ പ്രോസസ്സ് ചെയ്യുക, പ്രൊഡക്ഷൻ കൺട്രോൾ മാനേജ് ചെയ്യുക, ബിസിനസ് പാർട്ട്നേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക, ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക, റണ്ണിങ് ഓട്ടോമാറ്റഡ് എംപ്ലോയിങ് സർവീസസ്, റിക്രൂട്ടിങ് എല്ലാം ഓൺലൈനിലൂടെ നടത്തുന്നതിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. ഇനി കൊമേഴ്സ് എന്താണെന്ന് നോക്കാം. അപ്പം ഇലക്ട്രോണിക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൂടെ നമ്മൾ സാധനങ്ങൾ ബൈ ചെയ്യുകയും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആ സർവീസിന് പറയുന്നതാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. കൊമേഴ്സ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ കമ്പനീസ് ആൻഡ് കസ്റ്റമേഴ്സ് ഓർ ബിറ്റ്വീൻ കമ്പനീസ് ആൻഡ് ഗവൺമെൻറ്. അപ്പം കൊമേഴ്സ് എന്ന് പറഞ്ഞ് നടക്കേണ്ടത് കമ്പനീസ് തമ്മിലും കമ്പനികൾ തമ്മിലും കസ്റ്റമർ തമ്മിലും
കമ്പനിയും ഗവൺമെൻറ്റും തമ്മിലുമാണ് ഇ കൊമേഴ്സ് നടത്തുന്നത്. ഇ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസിനെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോണിക് റീറ്റെയിലിംഗ് എന്താണെന്ന് നോക്കാം. ഇലക്ട്രോണിക് റീറ്റെയിലിംഗ് ഇസ് ദ റീറ്റെയിലിംഗ് ഓഫ് ഗുഡ്സ് ഓൺലൈൻ. റീറ്റെയിൽ എന്ന് പറയുമ്പോൾ എന്താ, ചില്ലറ കച്ചവടം അല്ലേ, അതൊക്കെ ഓൺലൈനിൽ നടത്തുന്നതിനെയാണ് ഇലക്ട്രോണിക് റീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സെല്ലിംഗ് ഓഫ് റീറ്റെയിൽ ഗുഡ്സ് ത്രൂ ദി ഇൻ്റർനെറ്റ്. ഇലക്ട്രോണിക് റീറ്റെയിലിംഗ് ക്യാൻ ഇൻക്ലൂഡ് ബിസിനസ് ടു ബിസിനസ്, ബിസിനസ് ടു കൺസ്യൂമർ സെയിൽസ്. ഇലക്ട്രോണിക് റീറ്റെയിൽ എന്ന് പറയുമ്പോൾ ബിസിനസ് ടു ബിസിനസ് ആകാം, ബിസിനസ് ടു കൺസ്യൂമർ ആകാം. അതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് റീറ്റെയിൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച്. ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് ഇസ് ദ സ്ട്രക്ചേർഡ് ട്രാൻസ്മിഷൻ ഓഫ് ഡാറ്റ ബിറ്റ്വീൻ ഓർഗനൈസേഷൻസ് ബൈ ഇലക്ട്രോണിക് മീൻസ്. അപ്പം ഓർഗനൈസേഷനുകൾ തമ്മിൽ ഡാറ്റയെ ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നത്. ഇൻ്റർചേഞ്ച് എന്ന് പറയുമ്പോൾ കൈമാറുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്ഫർ ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റ്സ് ഓർ ബിസിനസ് ഡാറ്റ ഫ്രം വൺ കമ്പ്യൂട്ടർ സിസ്റ്റം ടു അനദർ കമ്പ്യൂട്ടർ സിസ്റ്റം. ഇപ്പോൾ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റ്സ് ഒരു ബിസിനസ്സിൽ നിന്ന് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം വഴി അടുത്ത കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് മാറുന്നതിനെയാണ് ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫ്രം വൺ ട്രേഡിംഗ് പാർട്ട്ണർ ടു അനദർ ട്രേഡിംഗ് പാർട്ട്ണർ വിത്തൗട്ട് ഹ്യൂമൻ ഇൻട്രാക്ഷൻ. അപ്പം ഒരു ട്രേഡിംഗ് പാർട്ട്ണറിൽ നിന്ന് അടുത്ത ട്രേഡിംഗ് പാർട്ട്ണറിലേക്ക് ഡാറ്റാസിനെ ഇലക്ട്രോണിക്കലി കൈമാറുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് എക്സ്ചേഞ്ച് ഓഫ് ഓർഡേഴ്സ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ബിസിനസ് ആൻഡ് അലോവ്സ് ജസ്റ്റ് ഇൻ ടൈം സ്റ്റോക്ക് ഓർഡറിങ്. അപ്പം ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ചിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സമയത്തിനുള്ളിൽ തന്നെ ഓർഡേഴ്സൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ചിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചർ എന്താണെന്ന് നോക്കാം. CAD and CAM are two IT-based systems that help in product designing and manufacturing. അപ്പം പ്രൊഡക്റ്റ് ഡിസൈനിങ് അല്ലെങ്കിൽ മാനുഫാക്ചർ ആണ് CAD അല്ലെങ്കിൽ CAM എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ഹെൽപ്സ് ഡിസൈൻ പ്രൊഡക്ട്സ് ഓൺ കമ്പ്യൂട്ടേഴ്സ് റാദർ ദാൻ ഹാവിങ് ടു ക്രിയേറ്റ് എൻഡ്ലെസ് ഡ്രോയിങ്സ്. അപ്പം കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ട്സിനെ ഡിസൈൻ ചെയ്യാൻ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് പ്രോഡക്റ്റിനെ ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാർഡിൻ്റെ ബെനിഫിറ്റ്. ദ സിസ്റ്റം ക്യാൻ ക്രിയേറ്റ് 3D ഇമേജസ് ടു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ തന്നെ നമുക്കൊരു 3D ഇമേജ് തന്നെ കാർഡിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. Computer aided manufacturing is an application technology that uses computer software and machinery to facilitate and automate manufacturing process. ഇപ്പം CAM ആപ്ലിക്കേഷൻ ടെക്നോളജി എന്തിനാണ് യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് മാനുഫാക്ചറിങ് പ്രോസസ്സിന് വേണ്ടിയാണ്. ടെക്നോളജി യൂസ് ചെയ്ത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് മാനുഫാക്ചറിങ് എങ്ങനെ നടത്താം എന്നുള്ളതാണ് കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചർ അല്ലെങ്കിൽ CAM എന്ന് പറയുന്നത്. ഇനി ഇ മാർക്കറ്റിംഗ് എന്താണെന്ന് നോക്കാം. ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് ഓർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇൻ്റർനെറ്റ് ആൻഡ് IT revolution. Advancement in communication technology have given rise to the evolution of new electrical form of word of mouth viral marketing communication. VMC is a form of marketing tactic which encourages individuals to spread marketing messages to others by means of internet. The widespread use of technology enabled marketing activities like online marketing, SMS marketing, search engine optimization and search engine marketing etc. are the outcomes of influence of information technology. ഇപ്പം ഇ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിംഗ് മെസ്സേജ് ഒരു ആളിൽ നിന്ന് അടുത്ത ആളിലേക്ക് കൈമാറുക, ഇൻ്റർനെറ്റിലൂടെ കൈമാറുക. അതിനുവേണ്ടി നമ്മൾ ഇപ്പം ഓൺലൈൻ മാർക്കറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നോളജീസാണ് SMS മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ, സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ്സ്. ഇതൊക്കെ ഇ മാർക്കറ്റിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾസാണ് പറഞ്ഞേക്കുന്നത്. IT ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ
based business communication system, page number 36. IT based business communication system എന്ന് പറയുന്നത് IT has changed the conventional written and formal communication to more direct and information transcending organizational hierarchies and physical locations. അപ്പം ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇമെയിൽ, ഫാക്സ്, വോയിസ് മെയിൽ, സെല്ലുലാർ ഫോൺസ്, വീഡിയോ കോൺഫറൻസ്, വെബ് കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെയാണ് നമ്മൾ IT ബേസ്ഡ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. വീഡിയോ കോൺഫറൻസ് അല്ലെങ്കിൽ ടെലികോൺഫറൻസ്, പേഴ്സണൽ മീറ്റിംഗ്സ് ഒക്കെ ഇപ്പം ഇൻഫർമേഷൻ ടെക്നോളജി വഴി ഇൻ്റർനെറ്റ് വഴിയാണ് നടത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഗൂഗിൾ മീറ്റ് പോലും ഒരു IT ബേസ്ഡ് ആപ്ലിക്കേഷനാണ്. ERP എന്താണെന്ന് നോക്കാം. Enterprise Resource Planning is a business process management software. ERPs automate and integrates core business process and functions across all the departments and divisions of an organization into a single integrated suite of software packages. അപ്പം ഒരു ബിസിനസ്സിനെ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ പല ഡിവിഷൻസായിട്ട് തിരിച്ചിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. അപ്പോൾ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്ങിനകത്തെന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സിനെ തന്നെ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു മൊഡ്യൂള്, അങ്ങനെ ഓരോ മൊഡ്യൂളായിട്ട് തിരിച്ച് ഒരു ബിസിനസ് പെർഫോം ചെയ്യുന്നതിനെയാണ് സോഫ്റ്റ്വെയർ പാക്കേജിലൂടെ പെർഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ERP എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഉണ്ട് എൻ്റർപ്രൈസ് കൊളാബറേഷൻ സിസ്റ്റം. അപ്പം എൻ്റർപ്രൈസ് കൊളാബറേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പീപ്പിളും ഒരുപോലെ മോർ എഫിഷ്യൻ്റ്ലി വർക്ക് ചെയ്യുന്നതിനെയാണ് എൻ്റർപ്രൈസ് കൊളാബറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഈ സിസ്റ്റം പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷനിലുള്ള പീപ്പിളിനും ഔട്ട്സൈഡ് ഓർഗനൈസേഷനുള്ള പീപ്പിളിനും ഒരു ബാരിയറുമില്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും കൊളാബറേറ്റ് ചെയ്യാനും സാധിക്കും. അതിൻ്റെ എക്സാമ്പിളാണ് ഗ്രൂപ്പ് വെയർ എന്ന് പറയുന്നത്. അത് ഇൻട്രാനെറ്റ്, എക്സ്ട്രാനെറ്റ്, ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പീപ്പിളിനും ഒരുപോലെ മോർ എഫിഷ്യൻ്റ്ലി ഈസിലി ആയിട്ട് വർക്ക് ചെയ്യുന്നതിനെയാണ് എൻ്റർപ്രൈസ് കൊളാബറേഷൻ സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഇനി ബിസിനസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പം software or a set of computer programs used by business users to perform various business functions. അപ്പം പലതരത്തിലുള്ള ബിസിനസ് യൂസേഴ്സിന് ബിസിനസ് ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാംസിനെയാണ് ബിസിനസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഓഫീസ് പാക്കേജ്, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ്, ഡാറ്റ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞ് ഇതൊക്കെ. ദീസ് ബിസിനസ് ആപ്ലിക്കേഷൻസ് ആർ യൂസ്ഡ് ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. അപ്പം നമ്മൾ എന്തിനാണ് ഈ ബിസിനസ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും പ്രൊഡക്ടിവിറ്റിയെ മെഷർ ചെയ്യാനും ബിസിനസ് ഫങ്ഷൻസ് കൃത്യമായിട്ട് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ബിസിനസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഇലക്ട്രോണിക് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. അപ്പം നമ്മൾ ഇലക്ട്രോണിക് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർനെറ്റ് ബേസ്ഡ് ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലേ. ഇമെയിൽ, വെബ്സൈറ്റ്, ചാറ്റ് റൂംസ്, ഫോറംസ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്ന് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഇലക്ട്രോണിക് കസ്റ്റമർ റിലേഷൻഷിപ്പിലൂടെ. ഇറ്റ് ഈസ് എ വെൽ സ്ട്രക്ചേർഡ് ആൻഡ് കോർഡിനേറ്റ് പ്രോസസ് ഓഫ് CRM ദാറ്റ് ഓട്ടോമേറ്റ്സ് ദ പ്രോസസ് ഇൻ മാർക്കറ്റിംഗ്, സെയിൽസ് ആൻഡ് കസ്റ്റമർ സർവീസസ്. അപ്പം സെയിൽസ്, മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കസ്റ്റമർ സർവീസസിൽ CRM എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്നത് അതൊക്കെ ഇലക്ട്രോണിക് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിന് ആവശ്യമാണ്. നമ്മൾ ഇമെയിൽ അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ, ചാറ്റ് റൂംസ് യൂസ് ചെയ്യുമ്പോഴത്തേനും എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഇലക്ട്രോണിക് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിനകത്ത് പറയുന്നത്. ഇനി അടുത്തത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് എ ഇൻ്റഗ്രേറ്റഡ് യൂസർ മെഷീൻ സിസ്റ്റം ഫോർ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു സപ്പോർട്ട് ഓപ്പറേഷൻസ്, മാനേജ്മെൻറ്റ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഫങ്ഷൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനകത്തുള്ള ഓപ്പറേഷനുകളെ സപ്പോർട്ട് ചെയ്യാനും മാനേജ് ചെയ്യാനും ഡിസിഷൻ ചെയ്യാനും
ഉള്ള ഒരു യൂസർ മെഷീൻ സിസ്റ്റത്തിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് സിസ്റ്റം യൂട്ടിലൈസസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ, മാനുവൽ പ്രൊസീജിയേഴ്സ്, മോഡൽസ് ഫോർ അനാലിസിസ്, പ്ലാനിംഗ്, കൺട്രോൾ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഡാറ്റാബേസ്. അപ്പോൾ സിസ്റ്റം കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ മാനുവൽ പ്രൊസീജിയേഴ്സ്, എങ്ങനെയാണ് ഒരു മോഡൽ അനലൈസ് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്, ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിനകത്ത് മനസ്സിലാക്കും. നമ്മുടെ ഉള്ള ഒരു ഡാറ്റാബേസിലെ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിനകത്ത് കാണുന്നത്. ഇനി നെക്സ്റ്റ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം. ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം എന്താണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സാധാരണ ഇലക്ട്രോണിക് മീഡിയം ഉപയോഗിച്ച് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. എനി മെക്കാനിസം ഫോർ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഫ്രം കസ്റ്റമർ ടു മർച്ചൻറ്റ്, ബിസിനസ് ടു ബിസിനസ് ഓർ കസ്റ്റമർ ടു കസ്റ്റമർ വയ ഇൻ്റർനെറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം. ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക, അത് ഒരു കസ്റ്റമറിൽ നിന്ന് മെർച്ചൻറ്റിലേക്കാകാം, ബിസിനസ്സിൽ നിന്ന് ബിസിനസ്സിലേക്കാകാം, കസ്റ്റമറിൽ നിന്ന് കസ്റ്റമറിലേക്കാകാം. ഇതും ഇൻ്റർനെറ്റ് വഴി ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം ഫെസിലിറ്റേറ്റ്സ് അക്സെപ്റ്റൻസ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ്സ് ഫോർ ഓൺലൈൻ ട്രാൻസാക്ഷൻ പർച്ചേസസ്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുവാനോ വിൽക്കുവാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റംസ് ഇപ്പം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് this is very useful for business to transfer fund and receive payments and from customers. ഒരു കസ്റ്റമേഴ്സിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും റിസീവ് ചെയ്യാനൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഈ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിച്ച് പറ്റും. ഇപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് IT ആപ്ലിക്കേഷൻ ഇൻ കൊമേഴ്സ്, ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയാണ്. നമ്മൾ മൊഡ്യൂൾ 2 കടന്നായിരുന്നു. സോഷ്യൽ ഇൻഫോർമാറ്റിക്സ് എന്താണെന്ന് കണ്ടു, IT ആൻഡ് സൊസൈറ്റി എന്താണെന്ന് കണ്ടു, വാട്ട് ഈസ് ഡിജിറ്റൽ ഡിവൈഡ് എന്താണെന്ന് നോക്കി, ആപ്ലിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി നോക്കി, IT ആപ്ലിക്കേഷൻ ഇൻ കൊമേഴ്സ്, ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി കണ്ടു. അങ്ങനെ 32 തൊട്ട് 37 വരെയുള്ള പേജുകളാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇനി അടുത്ത ക്ലാസ് നമുക്ക് പഠിക്കാം.